മുസ്ലിം ലോകത്ത് വ്രതാനുഷ്ഠാനം ആരംഭിക്കുകയാണ്. ഇത് ഒരു മുസൽമാന്റെ പരിചയമാണ്. പരിചയം നമുക്കറിയാം, യുദ്ധത്തിൽ ഉപയോഗിക്കുന്ന ഒരു പ്രതിരോധ ഡിവൈസാണ്. അവിടെ നമ്മൾ പരിചയം എന്നുകൊണ്ട് പ്രവാചകൻ ഉദ്ദേശിച്ചത് ഇന്ന് ലോകത്ത് കാണുന്ന, നമുക്ക് അറിയാം, ഇന്ന് ഈ കാണുന്ന ഈ ആർഭാടങ്ങളും അതുപോലെ തന്നെ ഈ പ്രശ്നങ്ങളും കലുഷിതമായ ഈ ലോകത്ത് വൃത്തികേടിന്റെയും തെമ്മാടിത്തരത്തിന്റെയും ലോകത്ത് കടന്നു പോകുന്ന സമയത്ത് ഒരു കുളിർക്കാറ്റായിട്ടാണ് നമ്മളെ മുന്നിൽ ഫാസ്റ്റിംഗ് അഥവാ വ്രതാനുഷ്ഠാനം കടന്നു വരുന്നത്. ഇവിടെ ഒരു യഥാർത്ഥ മുസൽമാന്റെ റോൾ എന്താന്ന് പറഞ്ഞാൽ, ശരിക്ക് ഒരു മാസം അവന് കൃത്യമായി അവന്റെ നോമ്പും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളിലേക്കും ശ്രദ്ധ കൊടുക്കുകയാണെങ്കിൽ അവനക്ക് ആരോഗ്യപരമായിട്ടും അതുപോലെ തന്നെ ആത്മീയമായിട്ടും എല്ലാം ഒരു വിസ്മയകരിപ്പിക്കുന്ന ഒരു മാറ്റങ്ങളിലേക്കാണ് അള്ളാഹു നമ്മളെ ക്ഷണിക്കുന്നത്. ഈ 11 മാസത്തെ ജീവിതമല്ല, ഈ ഒരു മാസം നമ്മുടെ ജീവിതത്തെ ഒന്ന് പ്യൂരിഫൈ ചെയ്തുകൊണ്ട് ഒരു ക്ലാരിഫിക്കേഷൻ നടത്തിക്കൊണ്ട് നമ്മളൊരു പുതിയ മനുഷ്യനാക്കുന്ന ഈ പ്രോസസ്സിനെ അല്ലെങ്കിൽ ഈ വ്രതാനുഷ്ഠാനത്തെ നമ്മൾ പരമാവധി ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വരും കാലത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ മാറ്റാനുള്ള ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ട്രെയിനിങ് പീരീഡാണ്. അത് നമ്മൾ പരമാവധി ഉപയോഗപ്പെടുത്തുക. നോമ്പ് എന്നത് ശരിക്കും ഒരു പട്ടിണിക്കിടലല്ല, അത് ശരിക്കും നമ്മളെ ആരോഗ്യപരമായി എന്ന് പറഞ്ഞാൽ മുന്നേ ഞാൻ ഒരു ഷോട്ടിൽ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിലെ ആവശ്യമില്ലാത്ത കോശങ്ങളെ ശരീരം തന്നെ ഉപയോഗപ്പെടുത്തുന്ന ഈ മെത്തേഡ് ലോകം അംഗീകരിച്ച മെത്തേഡാണ്. ഒരുപാട് പഠനങ്ങൾ നമുക്ക് ഗൂഗിളിൽ അറിയാൻ പറ്റും. ഇന്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, 12 മണിക്കൂർ നമുക്ക് ഭക്ഷണം കഴിക്കാതെ ചെയ്യുന്ന ഒരു ഫാസ്റ്റിംഗ് ഒക്കെ. പക്ഷെ അതിലൊക്കെ ഒരു അള്ളാഹുമായിട്ടുള്ള അടുപ്പം നിലനിർത്തിക്കൊണ്ടുള്ള ഈ അമൂല്യമായിട്ടുള്ള ഈ ഒരു മാസം നമ്മുടെ ജീവിതത്തെ പ്യൂരിഫിക്കേഷൻ ചെയ്യാനുള്ള അപൂർവ സന്ദർഭമാണ്. ഇൻഷാ അല്ലാഹ് പരമാവധി ഉപയോഗപ്പെടുത്തുക.